വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഈ ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് ഈ റോൾഡ് ഗോൾഡ് ഇട്ടുകൊണ്ട് കയറില്ല, പിന്നെ വിനീത് എന്നെ അവിശ്വസിക്കില്ല, പറഞ്ഞാൽ പഠിപ്പൊക്കെ ഉള്ള ആളല്ലേ, അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും, പരസ്പര വിശ്വാസമല്ലേ വിവാഹ ജീവിതത്തിൽ വേണ്ടത്, അതുണ്ടോ ഇല്ലയോ എന്ന് അടുത്തറിയാനുള്ള അവസരം കൂടിയാണിത്, അത് മതി അച്ഛാന്നിങ്ങനെ ഈ ജയശ്രീ പറയുമ്പോൾ ഈ അമ്മയും ശരിവെക്കുന്നുണ്ട്. അവളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ, തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് മതി, നമുക്ക് എല്ലാവർക്കും മണ്ഡപത്തിലേക്ക് പോകാം, അവിടെ എല്ലാവരും എത്തിക്കാണും, നമുക്കും പോകാം എന്ന് പറയുകയാണ്. അന്നേരം ഈ അച്ഛനാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് ജയശ്രീയുടെ കഴുത്തിലും കയ്യിലും ഒക്കെ നോക്കുമ്പോൾ ആഭരണം ഇല്ലാത്തതിൽ ആകെ വിഷമിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ജയശ്രീയുടെ തീരുമാനം പോലെ തന്നെ അവരെല്ലാവരും കൂടി മണ്ഡപത്തിലേക്ക് പോവുകയാണ്. ഇതേസമയം അവിടെ ലോക്കപ്പിലാണെങ്കിൽ വിഷ്ണു ചന്ദ്രബോസ് വന്ന് കാണാതായ സ്വർണത്തിന്റെ ഒരു മാല എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞതും, പിന്നീട് അച്ഛനാണെങ്കിൽ ഇടാ സ്വർണ്ണം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്ന് ചോദിക്കുന്നുണ്ട്, കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് ചന്ദ്രബോസ് വരുന്നുണ്ട്. എന്താ അവിടെ, കളക്ടറുടെ ഭർത്താവാണ് എന്നുള്ള പരിഗണനയൊന്നും ഒന്നും വേണ്ട, കള്ളനാണ്, പിന്നെ അടുത്തോട്ടൊന്നും ചെന്ന് നിൽക്കണ്ട, പോക്കറ്റിൽ ഉള്ളതൊക്കെ അടിച്ചുകൊണ്ട് പോകും, തനി വഷളനാണ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കിതിന് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ, ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നൊക്കെ ചന്ദ്രബോസ് ചോദിച്ചങ്ങോട്ട് കളിയാക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, എൻ്റെ ബോസേ, തനിക്ക് മതിയായില്ലേ കള്ളനും പോലീസും കളിയൊക്കെ, ആൾക്കാർക്കൊക്കെ മടുത്തു തുടങ്ങി, എന്നെ പെടുത്താനുള്ള ഈ ഒരു ഉത്സാഹമാണെങ്കിൽ വേറെ ഏതെങ്കിലും കേസിൽ കാണിച്ചിരുന്നെങ്കിൽ തോളിലെ നക്ഷത്രത്തിൻ്റെ എണ്ണമെങ്കിലും കൂടിയാണ്, അതെങ്ങനെയാ സ്വയം പരാജയം ഏറ്റുവാങ്ങാനായിട്ടുള്ള ഒരു ജന്മമല്ലേ, ഒരു പാഴ് ജന്മമാണ് തൻ്റേത്, എത്ര കിട്ടിയാലും മതിയാവാത്ത, സർക്കാരിൻ്റെ ഖജനാവിലെ കാശ് അങ്ങോട്ട് തിന്നു മുടിക്കാനുണ്ടായ ഒരു പാഴ് ജന്മം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷ്ണു അങ്ങ് കളിയാക്കുകയാണ്. അന്നേരം ചന്ദ്രബോസിനാണെങ്കിൽ ആകെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ചന്ദ്രബോസ് പറയുന്നുണ്ട്, പിന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത് എന്നുള്ള ഓർഡർ ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് ശരിയാക്കുകയാണ്, പക്ഷേ നിന്നെ ഞാൻ പൂട്ടുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ, നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയണം, നിൻ്റെ ആ പൂട്ട് തകർക്കാനുള്ള താക്കോലും കൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ പുഷ്പം പോലെ നിൻ്റെ മുന്നിൽ കൂടി ഇറങ്ങി പോവുകയും ചെയ്യും എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ, നിൻ്റെ കളക്ടർ ഭാര്യയുടെ അധികാരം കൊണ്ടുള്ള അഹങ്കാരമാണ് നീ പറയുന്നതെങ്കിൽ, അവർ കള്ളനായ ഭർത്താവിന് വേണ്ടി അവരുടെ അധികാരം വിനിയോഗിച്ചാൽ അതിനെതിരെ നീങ്ങാനുള്ള പൂട്ടും ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിന്നെ 14 ദിവസം ഇവിടെ റിമാൻഡിൽ കിട്ടാനുള്ള എല്ലാ വകുപ്പുകളും ഞാൻ എഴുതി ചേർത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, നീ രക്ഷപ്പെടില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ചന്ദ്രബോസിനെ അങ്ങോട്ട് വീണ്ടും വിഷ്ണു തിരിച്ച് കളിയാക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഒന്നും ചെയ്യില്ല, വിഷ്ണു ആണാണ്, ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ്, അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം ഞാൻ ഇവിടെ നിന്ന് പറയുന്നത്, പക്ഷെ നീ എന്നെ പൂട്ടുമെന്ന് പറഞ്ഞല്ലോ, ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അപ്പം തിരിച്ചാണെങ്കിലോ, ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ ബോസെ നിൻ്റെ ജോലി രാജിവെക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസും വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ചുറ്റും ഒരു കോൺസ്റ്റബിളും പോലീസുകാരൊക്കെ നിൽക്കുകയാണ്. നിൻ്റെ പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ പറ, നീ രാജിവെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം ഉറപ്പില്ല അല്ലേ, അപ്പോൾ പറ്റില്ല, ഇപ്പോൾ നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് നിനക്ക് ഒട്ടും ഉറപ്പില്ല, ഭയം ഉണ്ടല്ലേ, പിന്നെ എന്തിനാണ് ഈ യൂണിഫോം നഷ്ടപ്പെട്ടാൽ ഒരു തെരുവ് നായുടെ വില പോലും നിനക്ക് കിട്ടില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അല്ലേ എന്നിങ്ങനെ വിഷ്ണു വീണ്ടും അങ്ങ് കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കളിയാക്കി. അന്നേരം ചന്ദ്രബോസ് ആകെ ദേഷ്യത്തിൽ ഡാ എന്ന് വിളിച്ചുകൊണ്ട് ഈ ഷർട്ടിൻ്റെ കോളറിന് സെല്ലിൻ്റെ വെളിയിലാണ് ചന്ദ്രബോസ് ഇരിക്കുന്നത്, വിഷ്ണു ലോക്കപ്പിനകത്തും. എന്നിട്ട് ആ കമ്പികൾക്കിടയിലൂടെ ആണെങ്കിൽ വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിന് ഇങ്ങനെ ഡാന്നും പറഞ്ഞ് പിടിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ ഉഴപ്പിച്ച് നോക്കുകയാണ്. അന്നേരം കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കരുതെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞിട്ട് ചന്ദ്രബോസ് വിഷ്ണുവിനെ അങ്ങ് വിടുന്നുണ്ട്. എന്നിട്ടും വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ടും പറയുന്നുണ്ട്, വിഷ്ണു പറയുന്നതേ ചെയ്യുകയുള്ളൂ, അതുകൊണ്ട് വിഷ്ണുവിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ, വിഷ്ണു ആണൊരുത്തനാണ്, ഒറ്റ തന്തയ്ക്ക് പിറന്നവനും എന്നിങ്ങനെ പറയുമ്പോഴും ചന്ദ്രബോസിനെ ആകെ ഇങ്ങോട്ട് കലിയേറുന്നുണ്ട്. നീ എന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോഴും, ഞാൻ നിന്നെ പൂട്ടുക തന്നെ ചെയ്യും, അത്രയ്ക്കൊരു പൂട്ടുണ്ടെങ്കിൽ നീ ഉണ്ടാക്കിക്കൊണ്ട് വാ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ വീണ്ടും ആ ചന്ദ്രബോസ് കൈ കൊണ്ട് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിന് ഇങ്ങനെ കുത്തി പിടിക്കുന്നുണ്ട്. അന്നേരം സാറേ കമ്മീഷണർ എന്നിങ്ങനെ കോൺസ്റ്റബിൾ എന്ന് പറയുമ്പോൾ, അവൻ്റെ ഒരു കമ്മീഷണർ എന്നും പറഞ്ഞിട്ട് ചന്ദ്രബോസിന് കലിയടക്കാൻ സാധിക്കില്ല, വിഷ്ണുവിനെ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. വിഷ്ണു ഷർട്ടൊക്കെ നേരെയാക്കിയിട്ട് അങ്ങോട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രബോസ് ആകെ ദേഷ്യത്തിൽ പിന്നെ ഭിത്തിയിലേക്ക് ഒരു ഇടി ഇടിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കാണാം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണുവും അതേപോലെ കാണാം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ ചന്ദ്രബോസ് അങ്ങ് പോകുന്നുണ്ട്.
ഇതേ സമയം അവിടെ അമ്പലത്തിലെ വിവാഹ മണ്ഡപമൊക്കെ ഒരുങ്ങുന്നുണ്ട്. പൂജാരിയൊക്കെ എത്തിയിട്ടുണ്ട്. പയ്യനും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട്. അന്നേരമാണെങ്കിൽ വലിയ ആൾക്കാരൊന്നുമില്ല. അന്നേരമാണെങ്കിൽ ഈ കൂടി നിന്നല്ലോ ഒരാൾ പറയുന്നുണ്ട്, വലിയ ആളൊന്നും ഇല്ലല്ലോ, എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് ഇവരിങ്ങനെ അടക്കം പറയുന്നത്. ഈ വിനീതിൻ്റെ അമ്മ പത്മാവതി ആണെങ്കിൽ കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം നിങ്ങൾ എന്താ അടക്കം പറഞ്ഞത്, എൻ്റെ സാരിയെക്കുറിച്ചാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, ഒരു സ്ത്രീ പറയുകയാണ്, ഹേമയെടുത്ത് ചോദിക്കുകയായിരുന്നു, വലിയ ആളൊന്നും ഇല്ല, എന്താ അങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം നിനക്ക് ഞങ്ങളുടെ ബന്ധുബലത്തെക്കുറിച്ചൊക്കെ അറിയില്ലേ, കല്യാണമൊക്കെ ചടങ്ങ് ബാക്കിയുള്ള ഇതൊക്കെ അങ്ങ് ഉത്രാട ഹാളിലല്ലേ, ഇവിടെ വെച്ചാണ് താലികെട്ട് നടത്തുന്നത്, ഇവൻ്റെ അച്ഛമ്മ നേർന്നതാണ്, അതിവിടെ വെച്ചങ്ങ് നടത്താമെന്ന് കരുതി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് രണ്ടിൻ്റെ അന്ന് അടിയും പിടിയൊക്കെ ആയാലേ ഇതുകൊണ്ടാണെന്ന് വിചാരിക്കില്ലേ, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഈ ചടങ്ങ് നടത്തുന്നതെന്ന് പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട്, അഷ്ടമംഗല്യ താലം കൊടുത്ത് പെൺകുട്ടിയെ വിളിക്കൂ, അതിനു മുമ്പ് ചെറുക്കനെ അങ്ങോട്ടത്തേക്ക് ഇരുത്തൂ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഈ വിനീതിനെ ആണെങ്കിൽ ഈ പത്മാവതി അമ്മ പിടിച്ചുകൊണ്ട് ഇരുത്തുന്നുണ്ട്. പത്മാവതി അമ്മ എന്ന് പറയുന്ന അതിനെ കാണുമ്പോൾ തന്നെ ആകെ ഒരു അഹങ്കാരം പോലെ ഒരു സ്ത്രീയാണ് കാണിക്കുന്നത്. കുറേ സ്വർണ്ണമൊക്കെ വാരിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സ്ത്രീ. അന്നേരം ഇവർ ബാക്കി നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നവരോട് പറയുന്നുണ്ട്, ഇതെൻ്റെ മോൻ്റെ ഇഷ്ടപ്രകാരമുള്ള വിവാഹമാണ്, പിന്നെ ഞങ്ങൾ ചോദിച്ചതൊക്കെ അവർ തരാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്തിനാ എതിര് നിൽക്കുന്നത്, അതുകൊണ്ട് അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് ഇവരോടൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഈ പയ്യനെ അങ്ങോട്ടേക്ക് പിടിച്ചിരുത്തുന്നത്. അന്നേരം ഈ പെൺകുട്ടിയും കൊണ്ട് ജയശ്രീയും കൊണ്ട് അച്ഛനും അമ്മയും ബാക്കി ബന്ധുക്കളും ഒക്കെ വരികയാണ്. അന്നേരം അകലെ നിന്ന് അവരിങ്ങനെ ഈ കുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ഈ വിനീതിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ ജയശ്രീയെ ശ്രദ്ധിക്കുന്നുണ്ട്, കയ്യിലും കഴുത്തിലും ഒക്കെ നോക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ലാന്ന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം വിനീത് ആദ്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിലും പക്ഷെ പിന്നീട് വിനീതിൻ്റെ ഭാവം മാറുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ ഈ കൂടി നിന്നല്ല നേരത്തെ പറഞ്ഞാൽ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, അല്ല പത്മാവതി അമ്മേ, നിങ്ങളെന്താ ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്നാണോ മോന് കല്യാണം ആലോചിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ പത്മാവതി അമ്മ ഒന്നുകൂടി നോക്കുകയാണ്. ഒരു മാല മാത്രം, ചെറിയൊരു നൂല് പോലെ ഒരു മാല മാത്രം കഴുത്തിൽ, ഒരു വളയും ഒരു വാച്ച് മാത്രമേ ഉള്ളൂ, അത് മൊത്തം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പെൺകുട്ടിയുടെ അച്ഛൻ ആരാണ്, പെൺകുട്ടിയെ പിടിച്ചിരുത്തൂ എന്നിങ്ങനെ തിരുമേനി പറയുമ്പോൾ ലക്ഷ്മണൻ പിള്ളയാണെങ്കിൽ ജയശ്രീയെ അങ്ങോട്ട് പിടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിൽക്കി എന്ന് പറഞ്ഞിട്ട് ഈ പത്മാവതി അമ്മ തടയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ലക്ഷ്മണൻ പിള്ള ഈ പെൺകുട്ടിയുടെ കഴുത്തിലും കാതിലും ഒന്നും ഇല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ലക്ഷ്മണൻ പിള്ള പറയുന്നുണ്ട്, അത് പിന്നെ നിങ്ങൾ ചോദിച്ചതെല്ലാം ഒരു ഇത് കുറവില്ലാതെ ഞങ്ങൾ വാങ്ങിച്ചതാണ്, പക്ഷേ കഷ്ടകാലം എന്ന് പറയണ്ടേ, എല്ലാം കള്ളന്മാർ കൊണ്ടുപോയി, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, 2 ദിവസത്തിനകം കണ്ടുപിടിച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മോളെ എല്ലാ കാര്യങ്ങളും വിനീതിനോട് വിളിച്ചു പറഞ്ഞു, ആ ഒരു ഉറപ്പിന്മേലാണ് ഞങ്ങൾ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിയാവില്ല, എങ്ങനെ നിങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോനെ ഞാനിങ്ങനെ എഴുന്നള്ളിച്ച് നിർത്തില്ലായിരുന്നല്ലോ, ഇതൊരു മാതിരി നാണം കെട്ട ഏർപ്പാടായിപ്പോയി, നിങ്ങൾ മകളുടെ വാക്കും കേട്ടുകൊണ്ട് ഉടനെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ, നിങ്ങളുടെ പ്രായം എന്നെങ്കിലും നോക്കണ്ടേ, മകളുടെ പ്രായം അല്ലല്ലോ നിങ്ങൾക്ക് എന്നിങ്ങനെ പറയുമ്പോൾ വിനീതിനോടെല്ലാം പറഞ്ഞിരുന്നു എന്നിങ്ങനെ ലക്ഷ്മണപിള്ള വീണ്ടും പറയുന്നുണ്ട്. അന്നേരം ഈ പത്മാവതിയമ്മ വിനീതിനോട് ചോദിക്കുന്നുണ്ട്, നീ ആർക്കെങ്കിലും എന്തെങ്കിലും ഉറപ്പെങ്ങാനും കൊടുത്തിരുന്നോ, നിനക്ക് ഇങ്ങനെ ഒരു പെണ്ണിനെ വേണോ, ഒന്നുമില്ലാത്ത ഗതി കിട്ടാത്ത ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു വീട്ടുകാരുമായിട്ട് ബന്ധം വേണ്ടെന്ന് എന്നോട് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ തുണി കൂടി അവർ അടിച്ചുകൊണ്ട് പോകും എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കും ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല എന്നിങ്ങനെ പെട്ടെന്ന് വിനീത് പറയുമ്പോൾ ഒന്ന് ഷോക്കായിട്ട് ഈ അച്ഛനും അമ്മയും ഈ പിന്നെ ജയശ്രീയും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് വിനീത് അങ്ങ് മുഖം അങ്ങ് മാറ്റിക്കളയുകയാണ്, ജയശ്രീക്ക് മുഖം കൊടുക്കാതെ. പക്ഷെ അമ്മയുടെ മുമ്പിൽ അതേപോലെ അങ്ങ് നിൽക്കുകയാണ്. നേരത്തെ ജയശ്രീയുടെ സമ്മതിച്ചെങ്കിലും വിനീത് അമ്മയെ എതിർത്ത് അവിടെ തീരുമാനം എടുക്കാനായിട്ട് തയ്യാറാകുന്നുമില്ല. അന്നേരം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു ഗതിയുമില്ലാത്ത ആൾക്കാരുമായിട്ട് നിനക്കിനി ബന്ധം വേണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കങ്ങ് വേണ്ട, എനിക്ക് എൻ്റെ അമ്മ പറയുന്നത് അനുസരിക്കാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ വിനീത് അങ്ങ് പറയുമ്പോൾ ഈ ലക്ഷ്മണപിള്ളയ്ക്കും ജയശ്രീയുടെ അമ്മയ്ക്കൊക്കെ സങ്കടം വരികയാണ്. എൻ്റെ മകളുടെ ഈ വിവാഹം കൂടി മുടങ്ങരുത്, മകളെ കണ്ണീരിലാഴ്ത്തരുത്, എനിക്ക് 2 ദിവസത്തെ സമയം തന്നാൽ മതി, ഞാൻ സ്വർണ്ണം അങ്ങ് എത്തിച്ചോളാം, എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ സ്വർണ്ണം എത്തിച്ചിരിക്കും, ഇനി വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പത്മാവതി അമ്മയുടെ കാല് പിടിക്കാനായിട്ട് ഇങ്ങനെ കുനിയുന്നുണ്ട് ലക്ഷ്മണൻ പിള്ള. അന്നേരം അച്ഛാന്നും പറഞ്ഞ് ജയശ്രീ പിടിച്ചു മാറ്റുകയാണ്. അന്നേരമാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളത്. അന്നേരം ഈ പത്മാവതി പറയുകയാണ്, നിങ്ങൾ 2 ദിവസത്തെ അവകാശം ചോദിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, കെട്ടങ്ങ് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളങ്ങ് കയറി കെട്ടി തൂങ്ങിച്ചാവും, അപ്പോൾ പിന്നെ ഞാനും എൻ്റെ മകനും പെടും, അതിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പത്മാവതി അമ്മ ആകെ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. പക്ഷേ ഈ സമയത്ത് തന്നെ അവിടെയാണെങ്കിൽ അമ്പലത്തിന് വെളിയിൽ കാറിൽ ശാലിനിയും സത്യഭാമയും പൊന്നിയും കൂടി എത്തുന്നുണ്ട്. സത്യഭാമ സ്വർണവും ഒക്കെ ആയിട്ടാണ് വരുന്നത്.
തുടർന്ന് അവിടെ പത്മാവതിയമ്മ പറയുന്നുണ്ട്, ലക്ഷ്മണൻ പിള്ളയെ നിങ്ങൾ പൊന്നുകൊണ്ട് നിങ്ങളുടെ മകളെ മൂടാമെന്ന് പറഞ്ഞാലും എൻ്റെ മകൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. വാ എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഈ സത്യഭാമയും ശാലിനിയും പൊന്നിയും കൂടി ഇങ്ങനെ നടന്നു വരുന്നത് ഇവർ കാണുന്നുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ അന്നേരം അവരുടെ കയ്യിൽ ബാഗൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, പോകരുത്, ദയവ് ചെയ്ത് പോകരുത്, സ്വർണ്ണമില്ലാത്തതിൻ്റെ പേരിൽ ഈ വിവാഹം മുടങ്ങരുത്, ഇതാണ് സ്വർണം എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണം അടങ്ങുന്ന ബാഗാണെങ്കിൽ ലക്ഷ്മണൻ പിള്ളയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം അവരാണെങ്കിൽ അത് തുറന്നിട്ട് അതെല്ലായിടത്തും തുറന്ന് നോക്കുകയാണ്. അന്നേരം അതിലിരിക്കുന്ന മാലയും വളയും ഒക്കെ കാണുമ്പോൾ ഈ പത്മാവതിയമ്മയ്ക്കും ഈ പയ്യനും ഒക്കെ ഇങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ഈ സത്യഭാമ പറയുകയാണ്, ഞങ്ങളുടെ ഒരു അബദ്ധം കൊണ്ടാണ് പറ്റിയത്, ഇവർ സ്വർണ്ണം വാങ്ങിച്ചിട്ട് എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ ഓട്ടോയിലാണ് വന്നത്, പിന്നെ അവനറിയാതെ അത് ഇതിൽ ഓട്ടോയിൽ നിന്ന് സ്വർണ്ണം എടുത്ത് വച്ചത് എൻ്റെ ഭർത്താവാണ്, അദ്ദേഹത്തിന് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്നതാണ്, ഇവർ നിരപരാധികളാണ്, ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ വിവാഹം നടക്കുക തന്നെ വേണം, പിന്നെ ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, അതുകൊണ്ട് അതിന് ആ ഒരു തെറ്റ് സംഭവിച്ചതിന് അറിയാതെ സംഭവിച്ചു പോയ തെറ്റാണെങ്കിലും അതിന് പ്രത്യുപകാരമായിട്ട് ഒരു 10 ലക്ഷം രൂപ കൂടി ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ പൊന്നി അതിങ്ങ് എടുക്കുക എന്ന് പറയുമ്പോൾ പൊന്നി ആ വിഷ്ണു കൊണ്ടുവന്ന കൊടുത്ത പൈസ ഉണ്ടല്ലോ ഫ്രാങ്കോയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചത്, അതാണെങ്കിൽ കവറിൽ നിന്ന് എടുത്തിട്ട് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഭാമ അതാണെങ്കിൽ ലക്ഷ്മണപിള്ളയുടെ കയ്യിലേക്കും കൊടുക്കുന്നുണ്ട്. അന്നേരം ഈ പയ്യനാണെങ്കിൽ ഇങ്ങനെ പിന്നെ അമ്മയെ തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പൈസയും സ്വർണ്ണമൊക്കെ കാണുമ്പോൾ അവർക്ക് ആകെ സന്തോഷം. അന്നേരം ഈ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പെൺകുട്ടിയുടെ കണ്ണീരിവിടെ വീഴ്ത്തി വിവാഹം മുടങ്ങരുത് എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ വിനീതിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇത് സത്യമ്മ മനഃപൂർവ്വം എടുത്തതാകാനേ വഴിയുള്ളൂ, പോലീസും കേസും ഒക്കെ ആകുമെന്ന് മനസ്സിലായപ്പോൾ എവിടെ നിന്നൊക്കെ കുറച്ച് പൈസയും കൂടി കൊണ്ടുവന്ന് പിന്നെ കേസ് ഒഴിവാക്കാനുള്ള ശ്രമമാണ് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് സത്യഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പക്ഷേ ശാലിനി അവിടെ പ്രതികരിക്കുന്നുണ്ട്. ആരാണത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ മുന്നോട്ടത്തേക്ക് വരുന്നുണ്ട്. ആരായാലും അത് പറഞ്ഞത് ആർക്കായാലും അത് സത്യാമ്മയെ നേരിട്ട് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. സത്യാമ്മയാണെങ്കിൽ വാരിക്കോരി കൊടുത്തിട്ടേ ഉള്ളൂ എല്ലാവർക്കും, ഒന്നും രണ്ടും അല്ല, ഒരുപാട് പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ അമ്പലത്തിൽ വെച്ച് തന്നെ കുറേ വിവാഹങ്ങൾ സത്യാമ്മ സ്വർണവും പണവും ഒക്കെ അങ്ങോട്ട് കൊടുത്ത് നടത്തിയിട്ടേ ഉള്ളൂ, ഒന്നും തിരിച്ചു വാങ്ങിച്ച ചരിത്രം സത്യാമ്മയ്ക്കില്ല. അങ്ങനെയുള്ള സത്യാമ്മ സ്വർണ്ണം എടുത്തു എന്ന് ആരാ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമയ്ക്ക് ആ ഒരു ശാലിനിയുടെ ആ ഒരു സംസാരത്തിൽ അങ്ങ് ആകെ സന്തോഷമാവുകയാണ്. ശാലിനിയെ അങ്ങ് സ്നേഹത്തോടെ ഇങ്ങനെ സത്യഭാമ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റിന് ആരെങ്കിലും 10 ലക്ഷം രൂപയൊക്കെ വെറുതെ കൊടുക്കുമോ എന്നിങ്ങനെയൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ഈ പയ്യനും ബാക്കി അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ടും പറയുകയാണ്, സ്വർണ്ണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ വിവാഹ മണ്ഡപത്തിൽ നിന്നും ഉപേക്ഷിച്ച് പോകും, നിങ്ങളുടെ മകനെയും കൂട്ടി പോകാനായിട്ട് തുടങ്ങിയതല്ലേ, അപ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണീര് നിങ്ങൾ കണ്ടോ, നിങ്ങൾ സ്വർണ്ണത്തിനല്ലേ മുൻതൂക്കം കൊടുത്തത്, ഈ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ കണ്ണീര് നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ മകൾക്കോ കൊച്ചുമകൾക്കോ ഒക്കെയാണിത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശാലിനി തുടരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ശാലിനി ആണെങ്കിൽ വിനീതനോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു ആൺകുട്ടിയല്ലേ, പിന്നെ നിനക്ക് പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ആളല്ലേ, അപ്പോൾ അമ്മയെ അനുസരിക്കേണ്ട എന്നല്ല, അമ്മ പറയുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമ്പോൾ അമ്മയെ ഒരു വലിയ തെറ്റിലേക്കാണ് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ നീ ഓർക്കണ്ടേ എന്നിങ്ങനെ, ഇതൊക്കെ ഒരു വലിയ തെറ്റല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ പത്മാവതിയമ്മ സംസാരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മകനെ എന്തായാലും സ്ത്രീധനം വാങ്ങിച്ചിട്ടേ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ, ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് കാശ് മുടക്കിയതാണ് എന്നിങ്ങനെ പെട്ടെന്ന് ഈ പത്മാവതിയമ്മ ശാലിനിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ശാലിനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ശാലിനി പറയുകയാണ്, എങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ പിന്നെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു പറയുന്നു, സ്ത്രീധനം ആവശ്യപ്പെട്ടതിന് ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുമെന്ന് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഇവരിങ്ങനെ അങ്ങ് ഞെട്ടുന്നുണ്ട്. ഈ അമ്മയും മകനും അച്ഛനും ഒക്കെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ സത്യഭാമ ഇങ്ങനെ ആകെ സ്നേഹത്തോടെ ആ ഒരു അഭിമാനത്തോടു കൂടി ശാലിനിയെ നോക്കുന്നുണ്ട്. പൊന്നിയും ഒക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. ഈ സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയില്ലേ, എന്താ ഞാൻ പോലീസിനെ വിളിക്കട്ടെ, അവർ വന്ന് അറസ്റ്റ് ചെയ്യിക്കട്ടെ, ബാക്കി സത്യങ്ങൾ എന്താണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ്.
സ്ത്രീധനം വാങ്ങിക്കുന്നതും ചോദിക്കുന്നതുമൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് മകൻ തന്നെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്ക്, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം, പോലീസുകാർ തന്നെ പറയിപ്പിക്കട്ടെ, പറയും എന്താ വേണ്ടത് എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ പയ്യന് സംഗതി സീരിയസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്, കളക്ടറാണെന്നുള്ളതൊക്കെ മനസ്സിലാവുകയാണ്. അന്നേരം ഒന്നും വേണ്ട, എനിക്ക് കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണ് എന്നിങ്ങനെ ഈ പയ്യൻ പെട്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ ഈ ജയശ്രീ ആണെങ്കിൽ ഈ പയ്യനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു പയ്യൻ്റെ ഒരു സ്വഭാവം അവിടെ ജയശ്രീക്ക് പെട്ടെന്ന് പിടികിട്ടുകയാണ്. എന്നിട്ട് ഈ പയ്യനാണെങ്കിൽ അമ്മയോട് പതിയെ പറയുന്നുണ്ട്, സ്വർണവും കിട്ടും, 10 ലക്ഷം രൂപയും കിട്ടും, അമ്മ ഒന്ന് കണ്ണടച്ചിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ, എന്നിട്ട് അച്ഛനോടും പറയുന്നുണ്ട്, അച്ഛൻ എതിർത്തൊന്നും പറയണ്ട, ഞാൻ സമ്മതം പറയുകയാണെന്ന് പറയുമ്പോൾ, നീ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് പറയുന്ന അച്ഛനും പറയുന്നുണ്ട്. അന്നേരം ഇത് ഈ പെൺകുട്ടി ശാലിനിയും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പയ്യൻ ഒന്നുകൂടി പറയുന്നുണ്ട്, എനിക്ക് ജയശ്രീ വിവാഹം കഴിക്കാനായിട്ട് പൂർണ്ണ സമ്മതമാണ് എന്നുള്ളത്, എങ്കിൽ പിന്നെ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് താലികെട്ട് നടത്താം എന്നിങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്. തിരുമേനിയോട് പൂജ തുടങ്ങാനൊക്കെ പറയുകയാണ്. പക്ഷെ അന്നേരം ജയശ്രീക്ക് എന്തോ സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എല്ലാവരുടെയും നിർബന്ധം പോലെ തന്നെ ആ ഒരു പയ്യനാണെങ്കിൽ ആ മണ്ഡപത്തിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ജയശ്രീ ഒരുക്കിക്കൊണ്ട് വരാനുള്ള ആ ഒരു സ്വർണ്ണം ഇടാനുള്ള ഒരു ശ്രമവും നടക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണെങ്കിൽ ജയശ്രീ സ്വർണ്ണമൊക്കെ ഇട്ട് മണ്ഡപത്തിലേക്ക് ഇരുത്തും. പക്ഷേ താലി കെട്ടാനായിട്ട് ജയശ്രീ സമ്മതിക്കില്ല. ആ ഒരു വിവാഹം അവിടെ വേണ്ടാന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇവർ സ്വർണത്തിനും പണത്തിനും വേണ്ടി ഇത്രയും വാശി പിടിച്ചവർ എന്നെ കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പച്ചാന്ന് ഇങ്ങനെ കുട്ടി ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരമില്ലാവുകയാണ്. അവിടെ ആ ഒരു ശാലിനിയും ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് സത്യഭാമയ്ക്ക് ഏറെ സന്തോഷമാവുകയാണ് ചെയ്യുന്നതൊക്കെ. അവിടെ ആ ഒരു സീനിൽ സത്യഭാമ ശാലിനി അവിടെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ്. അപ്പോൾ ഇനി വിഷ്ണുവിനെ അടുത്ത എപ്പിസോഡിൽ വിഷ്ണുവിനെ ഇറക്കുന്ന സീനും കൂടി ആകുമ്പോൾ ഈ ഒരു കേസ് ഇവിടെ തീരുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു നസീറിൻ്റെ കൊലപാതക കേസിൽ ആ ഒരു ഗോപാലകൃഷ്ണനെതിരെ ഒരു നടപടിയൊക്കെ വരും. അതിനുശേഷം ഗോപാലകൃഷ്ണനായിരിക്കും ജയിലിൽ പോകുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.